ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം ലേവ്യ പുസ്തകം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലേവ്യ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു. അവൻ തൻ്റെ കുറ്റം വഹിക്കണം. വിശ്വാസികൾ വേദപുസ്തക വായനയിൽ വലിയ പ്രാധാന്യം പ്രകടിപ്പിക്കാത്ത പുസ്തകമാണ് ലേവ്യ പുസ്തകം. യഹൂദ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ വിശദമായി പ്രതിപാദിക്കുന്ന ഇതിലെ ആശയങ്ങൾ ഏവർക്കും പരിചിതമല്ല. കാരണം വിവിധ യാഗങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ ആശയങ്ങളും സൂക്ഷ്മമായ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെയാണ് ഇതിലൂടെ നാം കാണുന്നത്. അതിനാൽ ഈ പുസ്തകം നാം വായിക്കുമ്പോൾ അന്നത്തെ ഒരു പശ്ചാത്തലം കൂടെ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. ഇന്നത്തെ വായനാഭാഗത്തും വിവിധ തരത്തിലെ യാഗങ്ങളെ കുറിച്ചാണ് കാണുന്നത്. പാപയാഗം, അകൃത്യയാഗം, പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ, കൂടാതെ വിവിധ യാഗകർമ്മങ്ങളെക്കുറിച്ചും പറയുന്നു. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്ന്, പാപം ആരു ചെയ്താലും അത് പാപം തന്നെയാണ്. പാപം എന്നത് ആരു ചെയ്താലും അറിയാതെ ചെയ്തതായാലും അത് പാപം തന്നെയാണ്. പുരോഹിതനോ നേതാവോ പ്രഭുവോ സാധാരണ മനുഷ്യനോ സമൂഹം മുഴുവനുമായോ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് പാപം തന്നെയാണ്. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് കാണുന്നത്. ഇത്തരത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾക്കോ മതകർമ്മങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്കോ പരിഹാരമായി യാഗകർമാദികൾ ചെയ്യേണ്ടതാണ്. ഇതിലൂടെ ദൈവസന്നിധിയിൽ മനുഷ്യരായ ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഏവരും തുല്യരാണ് എന്ന് കാണുന്നു. പാപത്തിന് വിലയായി രക്തം അഥവാ ജീവൻ നൽകണം. അതിനാലാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര യാഗമായി തീർന്നു എന്ന്. ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് യാഗമായി തീർന്നത് നമുക്ക് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട്, പാപം മനസാക്ഷിയെ ബാധിക്കുന്നു. പാപം ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, മനുഷ്യന്റെ മനസാക്ഷിയെയും ആഴമായി ബാധിക്കുന്നു. അറിവില്ലായ്മ എന്നത് പാപത്തെ നീതീകരിക്കുന്ന ഒന്നല്ല. മനസാക്ഷി ഉണരുന്ന നിമിഷം മുതൽ കുറ്റബോധം ഉണ്ടാകുവാനായിട്ട് തുടങ്ങും. വാക്കുകളിലൂടെ, മൗനത്തിലൂടെ, അശുദ്ധതയിലൂടെ ഒക്കെ മനസാക്ഷി മലിനമാകുന്നു. അതിനാൽ സത്യമായ പശ്ചാത്താപം മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നതാണ്. പാപം തിരിച്ചറിഞ്ഞിട്ടും ഞാൻ മൗനം പാലിക്കുകയാണോ ചെയ്യുന്നത്? പഴയ നിയമ പശ്ചാത്തലത്തിൽ ഈ പാപത്തിന് പരിഹാരമായി യാഗം കഴിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പശ്ചാത്താപ ഹൃദയത്തോടെ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അത്തരത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം അവിടുന്ന് അറിയുന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കുറവുകളെ മനഃപൂർവ്വമായി ഞങ്ങൾ സമ്മതിക്കുന്നു. അവിടുത്തെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ആമേൻ.